കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണം 49ആയി. മരിച്ചവരിൽ 24 മലയാളികളെന്നാണ് നോർക്കയുടെ സ്ഥിരീകരണം. മരിച്ച 17 മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി കുവൈറ്റിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജമാൽ ചേരുകയാണ്. ജമാലുദ്ദീൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അതോടൊപ്പം തന്നെ കുവൈറ്റ് സർക്കാർ കൈക്കൊണ്ട നിയമ നടപടികൾ കൂടി. കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ് ആശങ്കാജനകമായ അല്ലെങ്കിൽ ദുഃഖകരമായ വസ്തുത. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 24 പേരാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ഇതിൽ 17 പേരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 6 പേർ, കൊല്ലം ജില്ലയിൽ നിന്ന് 3 പേർ, കാസർഗോഡ് ജില്ലയിൽ നിന്ന് 2 പേർ, മലപ്പുറം ജില്ലയിൽ നിന്ന് 2 പേർ, കോട്ടയം ജില്ലയിൽ നിന്ന് 2 പേർ, കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ നിന്ന് ഓരോ ആളുകൾ വീതം, ഇങ്ങനെ 17 പേരുടെ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. 27ഓളം പേർ ഇനി ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. കുവൈത്തിലെ അൽജാബർ, ഫർവാനിയ തുടങ്ങിയ ആശുപത്രികളിലായി 27ഓളം ആളുകളാണ് ചികിത്സയിൽ ഉള്ളത്. ഇവരിൽ 7 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ ചില മലയാളികളുണ്ട്. ഇവരുടെ പേരുവിവരങ്ങൾ കൃത്യമായി ഇപ്പോൾ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും 7ഓളം പേർ ഗുരുതരമായി കഴിയുന്നു. ഇനി ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടികളാണ്, നിയമ നടപടികളും മറ്റ് നടപടികളുമാണ് പുരോഗമിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കുവൈത്ത് അധികൃതരുമായി ചർച്ചകൾ നടത്തുന്നു, വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. ഒപ്പം തന്നെ കേരള സർക്കാരിന്റെ കീഴിലുള്ള നോർക്കയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. നോർക്ക പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ഇതിനായി ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ കുവൈത്തിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് ഈ മരിച്ചവരെ തിരിച്ചറിയാനുള്ള 43 ഇന്ത്യക്കാരാണ് ഉള്ളത്. ഇതിൽ ഏറെ പേരും മലയാളികളാണ്. ഇവരെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 17 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ തിരിച്ചറിയുക എന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. കാരണം പലരും പൊള്ളലേറ്റ് മുഖം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കത്തിക്കരിഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കൂടി ഉണ്ട്. DNA ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ കുറെയെങ്കിലും പേരെ തിരിച്ചറിയാൻ കഴിയൂ എന്നാണ് അധികൃതരുടെ നിഗമനം. ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. എയർഫോഴ്സിന്റെ ഒരു വിമാനം കുവൈത്തിലെത്തും, ഇന്ത്യൻ എയർഫോഴ്സിന്റെ. അതിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രിയോടെ തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോർക്കയുടെ നേതൃത്വത്തിൽ വലിയ സജ്ജീകരണങ്ങൾ നടക്കുന്നു. ഇനി മറ്റൊന്ന്, ഈ കെട്ടിട ഉടമക്കെതിരെ അല്ലെങ്കിൽ ഈ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടികളാണ് ഉള്ളത്. കെട്ടിട ഉടമയെ സ്വദേശി പൗരനാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടത്തിൽ 196 പേർക്കാണ് താമസിച്ചിരുന്നത്. 195 പേരാണ് താമസിച്ചിരുന്നത്. ഇവർക്ക് താമസിക്കാൻ മതിയായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിരുന്നില്ല എന്ന് ഇന്നലെ കുവൈത്ത് ആഭ്യന്തരമന്ത്രിയും മന്ത്രി വീണ ജോർജ്, സംസ്ഥാന മന്ത്രി അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് കുവൈറ്റിൽ അടിയന്തര മന്ത്രിസഭാ യോഗത്തിന് ശേഷം കൈക്കൊണ്ട തീരുമാനത്തിന്റെ ഫലമായിട്ട്. പക്ഷേ ഈ കേന്ദ്ര സഹമന്ത്രി അവിടെ എത്തിയോ? സംഭവ സ്ഥലത്ത് എത്തിയോ? കേന്ദ്ര സഹമന്ത്രി അല്പം മുമ്പ് കുവൈത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കുവൈത്ത് അധികൃതരുമായി അല്പസമയത്തിനും ചർച്ചകൾ നടത്തും. അതിനുശേഷമേ മറ്റു വിവരങ്ങൾ ലഭ്യമാകും. അദ്ദേഹം അല്പസമയം മുമ്പാണ് കുവൈത്തിൽ എത്തിയത്. ഏതായാലും കുവൈത്ത് അധികൃതരുമായി, ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ലഭിക്കും. ശരി.